മണിയാറിലെ എല്ലാ ദിവസവും മനോഹരമായിരുന്നു. പ്രഭാതത്തിൽ മഞ്ഞിൽ പൊതിഞ്ഞ ഗ്രാമമാണെങ്കിൽ സന്ധ്യയാകുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശം നല്ല ഓറഞ്ച് നിറമാകും, ചിലപ്പോൾ ചുവപ്പും. ആ സമയം കിട്ടുവിൻ്റെ അച്ഛനും ഒരുമിച്ചിരുന്ന് റേഡിയോയിൽ പാട്ട് കേൾക്കും. പഴയ പാട്ട്. കിട്ടുവിനത് വളരെ ഇഷ്ടമായിരുന്നു. സംഗീതം, അതായിരുന്നു അവരുടെ ഭാഷ. റേഡിയോയിൽ കേൾക്കുന്ന പാട്ട് ആര് പാടിയതാണെന്നും ഏത് സിനിമയിലേതാണെന്നും ഒക്കെ അച്ഛൻ കിട്ടുവിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ ആ പാട്ടുകളുടെ വരികളുടെ അർത്ഥവും. നല്ല ഓറഞ്ച് നിറമുള്ള ആകാശം, ഇളം കാറ്റ്, ചൂട് ചായ, റേഡിയോയിലെ സംഗീതം. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഇരുന്ന പാട്ട് കേൾക്കുവാൻ കിട്ടുവിന് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു ദിവസം റേഡിയോ കേടായി. സംഗീതമില്ല, ശബ്ദമില്ല, നിശബ്ദത മാത്രം. അവൻ്റെ അടുത്തുള്ള കസേരയും ശൂന്യമായിരുന്നു. വീടിൻ്റെ മേൽക്കൂരയിൽ മഴത്തുള്ളികൾ വന്ന് പതിച്ചപ്പോൾ കിട്ടു ഓർമ്മയിൽ നിന്ന് ഞെട്ടി ഉണർന്ന് ദൂരേക്ക് നോക്കി. ആകാശം ഓറഞ്ച് നിറമായിരുന്നു. കാറ്റും മുഖത്തേക്ക് വീശിയടിക്കുന്നുണ്ട്. പക്ഷേ ആ സമയം റേഡിയോയിലെ പാട്ടുകളും ആ പാട്ടുകൾ തനിക്ക് കേൾപ്പിച്ചു തന്ന ആളെയും കിട്ടു വല്ലാതെ മിസ് ചെയ്തു. അടുത്ത ദിവസം കേടായിരുന്ന റേഡിയോ എടുത്ത് കിട്ടു ഗ്രാമത്തിലെ ഇലക്ട്രീഷ്യൻ്റെ അടുത്തേക്ക് നടന്നു. അതൊരു ചെറിയ കടയായിരുന്നു. വയറുകളും മിന്നിമറയുന്ന ബൾബുകളും കൊണ്ട് കടയുടെ ഉൾവശം നിറഞ്ഞിരുന്നു. റേഡിയോയുടെ പിൻ പാനൽ തുറന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം കിട്ടുവിനോട് പറഞ്ഞു, നമുക്ക് ശ്രമിക്കാം. ഇതും പറഞ്ഞിട്ട് അദ്ദേഹം റേഡിയോ ശരിയാക്കാൻ തുടങ്ങി. പതുക്കെ അതിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരാൻ തുടങ്ങി. കിട്ടു വളരെ സന്തോഷത്തോടെ ഇത് നോക്കി നിന്നു. അങ്ങനെ റേഡിയോ ശരിയാക്കി കിട്ടു വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോഴേക്കും നേരം സന്ധ്യയായിരുന്നു. അവൻ റേഡിയോ ഓൺ ചെയ്ത് സാവകാശം സ്റ്റേഷൻ തിരിച്ചു. ഒരു മൂളൽ, ഒരു ചെറിയ ഈണം, അവൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട ഗാനം വീണ്ടും മുറിയിൽ നിറഞ്ഞു. ഇത് കേട്ട് കിട്ടു കണ്ണടച്ചു. അവൻ്റെ മനസ്സിലൂടെ അനേകം ചിന്തകൾ കടന്നുപോയി. അച്ഛൻ്റെ കൈ പിടിച്ച് ഉത്സവത്തിന് പോയത്, കുളിക്കാൻ പോയത്, ഡാമിന് മുകളിലൂടെ നടന്നത്, പെരുന്നാളിന് പോയത്, അങ്ങനെ പലതും. ആ നിമിഷം താൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ കിട്ടുവിനുണ്ടായി. പക്ഷെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതാരും കാണുന്നില്ല എന്ന വിശ്വാസത്തോടെ അവൻ ആ ചുവന്ന ആകാശത്തേക്ക് നോക്കിയിരുന്നു. ഓർമ്മകളെപ്പോഴും ഫോട്ടോകളിലോ വാക്കുകളിലോ മാത്രം ജീവിക്കുന്നില്ല. ചിലപ്പോൾ അവ ഒരു പഴയ റേഡിയോയിൽ നിന്നുയരുന്ന ഗാനത്തിലും ഉണ്ടാകും.